എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ അവസരങ്ങളും സാധ്യതകളും സാമൂഹികവും അതുപോലെ തന്നെ കുടുംബപരവും ലോകത്തിൻ്റെ ചുറ്റുപാടുകളുമൊക്കെ വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകും. അവിടെ ആ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമ്മൾ ജീവിതത്തിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. എന്നാൽ ഈ പരീക്ഷണങ്ങൾ നടത്തുക എന്ന് പറയുന്നത് ഒരുപാട് റിസ്ക് ഏറ്റുവാങ്ങേണ്ട സാഹചര്യങ്ങളാണ്. കാരണം പുതിയ പുതിയ കാര്യങ്ങൾ ജീവിതത്തെ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ പരാജയപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലോ. എന്നാൽ നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, ഒരു മനുഷ്യൻ എല്ലായ്പ്പോഴും റിസ്ക് എടുക്കാൻ കഴിവുള്ള, റിസ്ക് എടുക്കാൻ മനസ്സുള്ള ഒരാളായിട്ട് ജീവിക്കാൻ തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ്റെ ജീവിതം വലിയ വിജയങ്ങളിലേക്ക് വഴിമാറുകയും ജീവിതം കുറെ കൂടി ആസ്വദിക്കുവാനും ആഘോഷിക്കുവാനും ഒരു വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ റിസ്ക് എടുക്കാൻ യാതൊരുവിധ മടിയും കാണിക്കില്ല. എന്നാൽ മറ്റു ചിലരാകട്ടെ റിസ്ക് എടുക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റിസ്ക് എടുക്കുന്ന വ്യക്തികളും റിസ്ക് എടുക്കാത്ത വ്യക്തികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ്. റിസ്ക് എടുക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് റിസ്ക് എടുക്കുന്ന സമയം തൊട്ട് മുന്നോട്ടുള്ള കുറച്ച് കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളെയും ഒരുപാട് പ്രതികൂലമായ സാഹചര്യങ്ങളെയും പരാജയങ്ങളെയും നേരിടേണ്ടി വരും എന്നുള്ളതാണ്. എന്നാൽ ആദ്യകാലങ്ങളിൽ അനുഭവിച്ച ആ പ്രശ്നങ്ങൾക്കപ്പുറം പിന്നീട് അവരുടെ ജീവിതം വലിയ വിജയങ്ങൾക്ക് വഴിമാറുകയും സന്തോഷകരമായ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്തത് കാണാൻ പറ്റും. എന്നാൽ റിസ്ക് എടുക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിന് വലിയ പുരോഗതിയൊന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. എപ്പോഴും യാന്ത്രികമായ ഒരു ഒഴുക്ക് പോലെ അയാളുടെ ജീവിതം കടന്നുപോകും എന്ന് മാത്രം. ജീവിതത്തിൻ്റെ സൗകര്യങ്ങളോ വലിയ ആഘോഷങ്ങളോ, അതായത് കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ജീവിതത്തിൻ്റെ വളർച്ച അയാളുടെ ജീവിതത്തിൽ കാണാനാവില്ല എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരൻ ജീവിതകാലം മുഴുവൻ സാധാരണക്കാരനായി ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം ഇതുകൊണ്ടാണ്. അതായത് ജീവിതത്തിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുവാനോ റിസ്ക് എടുക്കുവാനോ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടും ആദ്യം പറയാനുള്ളത് റിസ്ക് എടുക്കുന്ന ഒരു മനുഷ്യനാവുക. ജീവിതം ഒന്നേയുള്ളൂ, അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് റിസ്ക് എടുക്കാൻ ഒരു വ്യക്തി മടി കാണിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അവസരങ്ങളുടെ ഒരു ലോകമാണ്, അല്ലെ? അതിൽ യാതൊരുവിധ തർക്കങ്ങളുമില്ല. അവസരങ്ങളുടെയും സാധ്യതകളുടെയും ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഇടമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. എന്നാൽ ജീവിതത്തിൽ റിസ്ക് എടുത്തുകൊണ്ട് നമ്മളൊരു പുതിയ കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും മുൻകൂട്ടി തീരുമാനിക്കാനാവില്ല ഇത് വിജയിക്കുമെന്നോ പരാജയപ്പെടുമെന്നോ. മറിച്ച് വിജയിക്കുമെന്ന സാങ്കല്പികമായ ഒരു വിശ്വാസം മാത്രമേ ഒരു റിസ്ക് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. അതുതന്നെയാണ് റിസ്ക് എടുക്കാൻ പല ആളുകളും മടി കാണിക്കുന്നത്. അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് നമുക്ക് ഉറപ്പിച്ച് അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താനാവില്ല. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് നമുക്കൊരിക്കലും പറയാനാവില്ല. ഒരുപക്ഷെ വിജയിക്കാം, അല്ലെങ്കിൽ പരാജയപ്പെടാം. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, റിസ്ക് എടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്കുണ്ടാവേണ്ടത് വിജയിക്കുമെന്ന സാങ്കല്പികമായ വിശ്വാസത്തോടു കൂടി അതിലേക്ക് ഇറങ്ങുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ആ ഒരു മാനസികാവസ്ഥ പല ആളുകൾക്കും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് റിസ്ക് എടുക്കുവാൻ ഓരോ വ്യക്തിയും മടി കാണിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി നമ്മൾ അടുത്തത് മനസ്സിലാക്കാൻ പോകുന്നത്, എല്ലാ ആളുകൾക്കും റിസ്ക് എടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും റിസ്ക് എടുക്കുവാനുള്ള കഴിവുണ്ട്. ഒരുപക്ഷെ ജന്മനാ തന്നെ നമ്മളിൽ അതൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വ്യക്തി ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് അയാളുടെ തലച്ചോറിൽ ഒരു ബയോളജിക്കൽ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ ബയോളജിക്കൽ പ്രോസസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്
അയാൾ റിസ്ക് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യുന്നത്. അതായത് 3 സിസ്റ്റങ്ങളിലൂടെ ഇത് പ്രോസസ്സ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്, ശാസ്ത്രീയമായിട്ട് തന്നെ പറയപ്പെടുന്നത്. 3 സിസ്റ്റം എന്ന് പറയുന്നത് അത് വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ടതൊന്നുമില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അത് സൂചിപ്പിക്കുകയാണ്. ആ 3 സിസ്റ്റങ്ങൾ എന്ന് പറയുന്നത്, അതിന് പറയുന്ന പേരെന്ന് പറയുന്നത്, 1 അമിഗ്ഡല്ല, 2 പ്രീഫ്രണ്ടൽ കോർട്ടക്സ്, 3 ഡോപ്പമിൻ. ഈ 3 സിസ്റ്റങ്ങളിലൂടെ പ്രോസസ്സ് ചെയ്യപ്പെട്ടിട്ടാണ് അയാൾ തീരുമാനിക്കുന്നത് ഞാൻ ഈ കാര്യത്തിൽ റിസ്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ഈ 3 പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാൽ, അമിഗ്ഡലയിൽ സംഭവിക്കുന്നത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു സിഗ്നൽ തരികയാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നു. ഇനി ഒരു ബിസിനസ് തന്നെ ആവട്ടെ, ഒരു ഉദാഹരണത്തിന് നമുക്ക് ബിസിനസ് എടുക്കാം. ഒരു ബിസിനസ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ആദ്യം നമ്മുടെ ഈ സിസ്റ്റം നമ്മളെ ഓർമ്മപ്പെടുത്തും. എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? നീ ചെയ്യാൻ പോകുന്ന ഈ ബിസിനസ് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യാം. വിജയിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. സാമ്പത്തികമായ നഷ്ടങ്ങളുണ്ടാകും, വലിയ പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടാകുമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തും. പലപ്പോഴും ഇത് ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ സെക്കൻഡ് പ്രോസസ്സിലേക്ക് നമ്മുടെ തലച്ചോറ് ഈ ചിന്തകളെ കൊണ്ടുപോകും. അതായത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പരാജയങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ ഈ പരാജയങ്ങളെയൊക്കെ മറികടന്ന് നിനക്ക് വിജയിക്കാൻ സാധിച്ചാൽ നിന്റെ ജീവിതം തന്നെ മാറ്റിമറിയുന്ന അവസരമായിരിക്കും. പ്രീഫ്രണ്ടൽ കോർട്ടക്സിലെ 2ാമത്തെ സിസ്റ്റത്തിൽ ഇത് പ്രോസസ്സ് ചെയ്യപ്പെടും, നമ്മുടെ ചിന്തകൾ. അതായത് ആദ്യം പ്രശ്നങ്ങളാണെന്നൊക്കെ നമ്മളെ ഓർമ്മിപ്പിച്ചു, 2ാമത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ മറികടക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ മറികടന്നാൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തി. അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മൾ കുറെ കൂടി ആക്റ്റീവ് ആകാൻ തുടങ്ങും, അല്ലേ? വലിയ സാധ്യതകളാണ്, ജീവിതം വലിയ വിജയങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് നമ്മുടെ ഈ ചിന്തകളെ 3ാമത്തെ സിസ്റ്റത്തിലൂടെ കടത്തിവിടും. 3ാമത്തെ പ്രോസസ്സ് അവിടെ നടക്കും. ഡോപ്പമിൻ സിസ്റ്റത്തിലൂടെ നമ്മുടെ ചിന്തകൾ കടന്നു പോകും. അവിടെ എന്താണ് നടക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് 2ാമത്തെ സിസ്റ്റം നമ്മളെ ഓർമ്മപ്പെടുത്തിയപ്പോൾ 3ാമത്തേത് അതിനെ വല്ലാതെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കും. അതായത് ഈ ബിസിനസ് വിജയിക്കുന്നു, വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്നു, അതിലൂടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മളെ തേടിയെത്തുന്നു എന്നൊരു ഫീൽ 3ാമത്തെ സിസ്റ്റം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ നമ്മൾ ഏതൊരു കാര്യത്തിലും റിസ്ക് എടുക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും എന്നതിൽ യാതൊരുവിധ തർക്കങ്ങളുമില്ല. ഇനി കുറെ ആളുകൾ PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, അല്ലേ? PSC എക്സാമിൽ എനിക്കൊരു ജോലി കിട്ടണം, ഒരു സർക്കാർ ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് അതിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് ആളുകൾ. അങ്ങനെ ഇറങ്ങുമ്പോൾ ആദ്യം നമ്മളോട് പറയുന്നത് ഇതൊക്കെ നടക്കൂ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ PSC എഴുതുന്നുണ്ട്, കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. ഇതാണ് ആദ്യം നമ്മളോട് തലച്ചോറ് പറയുന്നത്. ആ സമയത്ത് നമുക്ക് മടുപ്പൊക്കെ വരും, അല്ലേ? കാരണം കുറേ നാളത്തെ പരിശ്രമം ഒരുപക്ഷെ വേണ്ടി വരാം. അത്രയും കാലം പരിശ്രമിച്ച് ജോലി കിട്ടിയില്ലെങ്കിൽ അത്രയും സമയം നമുക്ക് നഷ്ടമാകുന്നു എന്ന രീതിയിലാണത് വഴിമാറിപ്പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനോടുള്ളൊരു മടുപ്പുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് നിർത്തിപ്പോകും, അല്ലേ? പക്ഷെ തലച്ചോറ് എന്ത് ചെയ്യും? ഈ ചിന്തകളെ അടുത്ത സിസ്റ്റത്തിലേക്ക് കടത്തിവിടും, പ്രീഫ്രണ്ടൽ കോർട്ടക്സിലേക്ക് വിടും. അവിടെ നമ്മുടെ ചിന്തകൾ ഡെവലപ്പ് ചെയ്യും. അതായത് നന്നായിട്ട് പരിശ്രമിക്കണം, ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും, 1-2 വർഷമൊക്കെ പരിശ്രമിക്കേണ്ടി വരും, സമയമൊക്കെ നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാൻ പറ്റിയാൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം ഒരുപാട് നേട്ടങ്ങളുടേതായിരിക്കും, സമാധാനത്തിൻ്റെതായിരിക്കും, സന്തോഷങ്ങളുടേതായിരിക്കും. ഈ ചിന്തകളിലൂടെ മനസ്സ് കടന്നു പോകുമ്പോൾ നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആകാൻ തുടങ്ങും, റിസ്ക് എടുക്കാനുള്ള ടെൻഡൻസിയിലേക്ക് നമ്മൾ ഇറങ്ങുന്നു. അപ്പോൾ തലച്ചോറ് എന്ത് ചെയ്യും? അടുത്ത പ്രോസസ്സിലേക്ക് കടത്തിവിടും. ഈ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവിടെ നമ്മുടെ മനസ്സിനെ കൂടുതൽ ത്രില്ലടിപ്പിക്കും. പിന്നെ നമ്മളങ്ങ് എടുത്തു ചാടലാണ്, പഠിക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മളങ്ങ് റിസ്ക് എടുക്കാൻ തുടങ്ങും, അല്ലേ? രാവും പകലും ഇരുന്ന് പഠിക്കും, ഏതൊക്കെ രീതിയിൽ പഠിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ. അപ്പോൾ റിസ്ക് എടുക്കാൻ ഒരു മനുഷ്യൻ തയ്യാറാകുന്നതിന് പിന്നിൽ നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സിന്റെ സ്വാധീനമുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, ഈ ബയോളജിക്കൽ പ്രോസസ്സ് എല്ലാവരിലും നടക്കുന്നുണ്ടെങ്കിൽ
എന്തുകൊണ്ടാണ് എല്ലാവർക്കും റിസ്ക് എടുക്കുവാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ലഭിക്കാതെ പോകുന്നത്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ബയോളജിക്കൽ പ്രോസസ്സ് എല്ലാവരുടെ തലച്ചോറിലും ഒരേ രീതിയിലല്ല പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ കാഴ്ചപ്പാടുകളുമായി, നമ്മൾ ജീവിച്ച വളർന്ന സാഹചര്യങ്ങളുമായി, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളുമായി, നമ്മുടെ നിലപാടുകളുമായിട്ടുമൊക്കെ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ സിസ്റ്റം. അതായത് ഇതിനെയൊക്കെ സ്വാധീനിക്കുന്ന അടിസ്ഥാനപരമായ കാര്യം ഭയമാണ്, പേടി. നമ്മുടെ ഉള്ളിലുള്ള പേടിയുടെ ഏറ്റക്കുറച്ചിലിന്റെ പിൻബലത്തിലാണ് ഈ പ്രോസസ്സിന്റെ വേരിയേഷൻ നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബിസിനസ് നമ്മൾ ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നു. നമ്മുടെ മനസ്സ് നമ്മളോട് പറയുകയാണ്, തലച്ചോറ് നമ്മളോട് പറയുകയാണ്, അനിഗ്ഡല്ല നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്, പരാജയപ്പെടാൻ സാധ്യതയുണ്ട്, സാമ്പത്തികമായ നഷ്ടങ്ങളുണ്ടാകും, വലിയ പ്രശ്നങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടാകും. അവിടെ ധൈര്യമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മൾ ഒരുപാട് പേടിയോടുകൂടി ജീവിക്കുന്ന, സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തകർന്നു പോകുമെന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ ഈ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്കാവില്ല. അനിഗ്ഡലയിൽ അവിടെ സ്റ്റോപ്പ് ആവും. പ്രീഫ്രണ്ടൽ കോർട്ടക്സിലേക്ക്, അതായത് അടുത്ത രീതിയിൽ പ്രോസസ്സ് ചെയ്യില്ല. ഈ ചിന്തകളെ നെക്സ്റ്റ് ലെവലിലേക്ക് പ്രോസസ്സ് ചെയ്യില്ല, അവിടെ ബ്ലോക്ക് ആകുമെന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോസസ്സ് കൃത്യമായി നടക്കണമെങ്കിൽ എന്തുണ്ടാവണം? റിസ്ക് എടുക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ രൂപപ്പെടണമെങ്കിൽ ആദ്യം എന്തുണ്ടാവണം? ധൈര്യം ഉണ്ടാവണം എന്നുള്ളതാണ്. പേടിയില്ലാതെ ഒരു മനുഷ്യനായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. പേടിയുള്ള ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരു കാലത്തും ഒരു റിസ്ക്കും ഏറ്റെടുക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ ഒരു പാമ്പ് വന്നു. ആ പാമ്പിനെ ചില ആളുകൾ എങ്ങനെയെങ്കിലുമൊക്കെ വീടിന് പുറത്തേക്ക് പറഞ്ഞേക്കാൻ പാടും, അല്ലേ? അങ്ങനെയാണ് ചെയ്യാം. ചില ആളുകൾ എന്ത് ചെയ്യും? അതിനെ തല്ലിക്കൊല്ലും. അത് വിഷമുള്ളതോ ഇല്ലാതാണോ എന്ന് നോക്കില്ല. അപ്പോൾ ഈ തല്ലിക്കൊല്ലാനുള്ള ധൈര്യം എങ്ങനെ കിട്ടിയെന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ചില ആളുകൾക്ക് ഇത് കിട്ടാറില്ല. എന്തുകൊണ്ടാണ്? ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ജീവിച്ചു വളർന്ന സാഹചര്യങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ ചിന്തകളും ഒക്കെ നമ്മുടെ തലച്ചോറിലെ ഇതുപോലുള്ള പ്രോഗ്രാമുകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഭയം, നമുക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ ഭയമുണ്ടെങ്കിൽ ആ ഭയത്തെ മാറ്റിയെടുക്കുക. ഇവിടെ അടുത്തൊരു ചോദ്യം വരും, എങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഭയങ്ങളെ നമുക്ക് നിർവീര്യമാക്കാം? ഉള്ളിലുള്ള ഭയങ്ങളെ നിർവീര്യമാക്കണമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ ചിന്തകളും ഡെവലപ്പ് ചെയ്യപ്പെടണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ച് ലോൺ എടുക്കുവാനുള്ള ധൈര്യമില്ല. ലോൺ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് വീട്ടാൻ പറ്റിയില്ലെങ്കിൽ ബാധ്യതകളാകും, കടങ്ങളാകും. പിന്നീട് നമ്മൾ എന്തെങ്കിലും ആധാരമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ലോൺ എടുത്തതെങ്കിൽ ഒരുപക്ഷെ അത് ജപ്തിയിലേക്ക് പോകും. അപ്പോൾ ആ റിസ്കിലേക്ക് പോകണ്ട എന്ന രീതിയിൽ ആ ഭയത്തെ ചേർത്ത് പിടിച്ച് നമ്മുടെ മുന്നിലുള്ള അവസരത്തെ നമ്മൾ അടച്ചു പൂട്ടിയിടുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെയാണ് കാഴ്ചപ്പാടുകളും ചിന്തകളും മാറണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. ലോൺ എടുക്കുവാനുള്ള ധൈര്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ആ റിസ്ക് എങ്ങനെയാണ് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയുന്നത്? നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുമ്പോഴാണ്, ചിന്തകൾ മാറുമ്പോഴാണ്. എല്ലാവരും ലോൺ എടുക്കുന്നുണ്ട്. എനിക്കിന്നൊരു വരുമാനമുണ്ട്, നാളെ ഒരു പക്ഷേ ഈ വരുമാനം നിശ്ചലമായാലും നിലച്ചു പോയാലും മറ്റൊരു ജോലിയിലൂടെ ആ വരുമാനം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അതല്ല, നിലവിലുള്ള വരുമാനം പര്യാപ്തമല്ല, ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിടക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ മറ്റൊരു പുതിയ വരുമാന മാർഗം ഞാൻ കണ്ടെത്തേണ്ടതുണ്ട്. അത് ഞാൻ കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ലോണൊക്കെ എനിക്ക് എളുപ്പത്തിൽ വീട്ടിൽ തീർക്കാൻ പറ്റും. ഈ ലോകം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് അവസരങ്ങളുടേതാണെന്നും സാധ്യതകളുടേതാണെന്നും സ്വയം വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യന് ധൈര്യമുണ്ടാകും, റിസ്ക് എടുക്കുവാനുള്ള ആറ്റിറ്റ്യൂഡും ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത്, കാഴ്ചപ്പാടുകൾ മാറണം. ഇടുങ്ങിയ ചിന്താഗതികളും ഇടുങ്ങിയ കാഴ്ചപ്പാടുകളും ഒക്കെ മാറ്റാൻ കഴിഞ്ഞാൽ മാത്രമേ ധൈര്യമുള്ള ഒരു വ്യക്തിയായിട്ട് ഒരു വ്യക്തിക്ക് മാറാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മാത്രമേ റിസ്ക് എടുക്കാൻ കഴിയുകയുള്ളൂ. റിസ്ക് എടുക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ജീവിതത്തിന്റെ വലിയ സാധ്യതകളിലേക്ക് നടന്നു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങളോട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, റിസ്ക് എടുക്കാൻ നമ്മൾ ശീലിക്കണം, തയ്യാറാകണം. ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങളെയും നേരിടുവാനുള്ള സൊല്യൂഷൻ നമുക്ക് ചുറ്റിലുമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ റിസ്ക് ഏറ്റെടുക്കുവാനുള്ള ധൈര്യം നമ്മൾ കാണിക്കുക. അപ്പോൾ മാത്രമേ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ, നേട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ, ഉയർച്ചകൾ ഉണ്ടാവുകയുള്ളൂ. അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.